Okay, yes. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വി ഹാവ് ടു മിനിമൈസ് സിഗ്മ യു ഐ ക്യാപ് സ്ക്വയർ. ഓക്കെ, വി ഹാവ് ടു ഓർഡിനറി ലീസ്റ്റ് സ്ക്വയറിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഇതാണ്. ഈ യു ഐ ക്യാപ് സ്ക്വയർ, യു ഐ ക്യാപ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. യു ഐ ക്യാപ് ഈസിക്കൽ ടു വൈ ഐ മൈനസ് വൈ ഐ ക്യാപ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. യു ഐ ക്യാപ് എന്ന് പറയുന്നത് വൈ ഐ മൈനസ് വൈ ഐ ക്യാപ്. Okay. So this is our yi cap line, SRF. ഓരോ xiയുടെ നേരെയും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന yi cap ആണ്. അതല്ലെങ്കിൽ the conditional mean given xi that is represented by yi cap. This is sample, so we are taking only a sample values here. If we take all the population yi here, then it will become PRF. So ഇവിടെ SRF ആണ്, സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ ആണ്. യു ഐ ക്യാപ് എന്ന് പറയുന്നത് ഇതാണ്, വൈ ഐ എന്ന് പറയുന്നത് വൈ ഐ മൈനസ് വൈ ഐ ക്യാപ്. സോ ഈ ഒരു SRF എപ്പോഴാണ് PRFനെ ഏറ്റവും ബെസ്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്? ഒരു SRF തന്നെ, SRFന്റെ എസ്റ്റിമേഷൻ തന്നെ ഏറ്റവും ബെസ്റ്റ് ആവുന്നത്, SRF ലൈൻ ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് ആവുന്നത് അതിൻ്റെ പാരാമീറ്റേഴ്സ്, കോഎഫിഷ്യൻസ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോഎഫിഷ്യൻസ് വരുമ്പോഴാണ്. അതായത് β1 ക്യാപ്പ് β2 ക്യാപ്പ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഎഫിഷ്യൻസ് കിട്ടുമ്പോഴാണ്. സോ ഈ SRF ലൈനിനെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള SRF ലൈനാക്കി മാറ്റുന്നത് ഈ യു ഐ ഡിസ്റ്റൻസ് ഏറ്റവും മിനിമൈസ് ചെയ്യപ്പെടുമ്പോഴാണ്. യു ഐ ക്യാപ്പിന്റെ ആക്ച്വൽ വൈ ഐയും ഒബ്സർവ്ഡ് വൈ ഐയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏറ്റവും മിനിമം ആവുമ്പോൾ then that SRF will be as accurate as possible. അതിലെ ഉപയോഗിച്ചിരിക്കുന്ന β1 ക്യാപ്പ് β2 ക്യാപ്പ് എല്ലാം ഏറ്റവും ബെസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അതായത് ഇവിടെ ഇത്രയേ ഉള്ളൂ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളൊരു സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്, സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ്റെ ഒരു സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് പല ബീറ്റാസ് നമുക്ക് വേണമെങ്കിൽ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും, β1 ക്യാപ്പും β2 ക്യാപ്പും. അതിൽ ഏതാണ് ഒരു പോപ്പുലേഷൻ β1നെയും β2നെയും ഏറ്റവും ബെസ്റ്റായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പോൾ ഒരു സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് പല β1ഉം β2 ക്യാപ്പും ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ ഹിയർ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ YI എന്ന് പറയുന്നത് ഒരു സാമ്പിളാണ്. ഈ സാമ്പിളിൽ തന്നെ നമ്മൾ രണ്ട് β1 ക്യാപ്പിനെയും β2 ക്യാപ്പിനെയും കുറിച്ച് സംസാരിച്ചു. ഇവിടെ β1 ക്യാപ്പ് 1.572, β2 ക്യാപ്പ് 1.357. മറ്റൊരു കേസ് നമ്മൾ എടുത്തത് β1 ക്യാപ്പ് 3ഉം β2 ക്യാപ്പ് 1ഉം ആയിട്ട് എടുത്തു. അതായത് ഒരു സാമ്പിളിൽ തന്നെ പല β1ഉം β2 ക്യാപ്പുകളും നമുക്ക് ഉണ്ടാവാം. അതിൽ ഏത് β1 ക്യാപ്പും β2 ക്യാപ്പും ആണ് ട്രൂ ആയിട്ടുള്ള പോപ്പുലേഷൻ കോഎഫിഷ്യൻസിനോട് ഏറ്റവും അപ്രോക്സിമേറ്റ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ആ β1 ക്യാപ്പിൽ ഏതാണ് ബെസ്റ്റ് വൺ, അത് ഫൈൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നത്? ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കുന്നത്. സോ ഓയിലസ് മെത്തേഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എറേഴ്സിനെ ഏറ്റവും മിനിമൈസ് ചെയ്യുന്ന β1 β2നെയാണ് നമ്മൾ β1 ക്യാപ്പ് β2 ക്യാപ്പിനെ ഫൈൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കുന്നത്. സോ അതിൻ്റെ നമ്മൾ നേരെ ഇതിനെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് SRFകൾ എടുത്താലും നേരെ നമ്മൾ ഈ എറേഴ്സിനെ സം ചെയ്ത് കഴിഞ്ഞാൽ that will be equal to 0. റൗണ്ട് ഓഫ് ചെയ്യുന്നതിന്റെ കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മോസ്റ്റ് പ്രോബബിളി that will be equal to 0.
സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു, ഈ യു ഐ ക്യാപ് നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്തു. സോ നമ്മൾ സ്ക്വയേർഡ് റെസിഡ്യൂൾസിന്റെ സമ്മാണ് നമ്മൾ പിന്നെ കാണുന്നത്. അതാണ് സിഗ്മ യു ഐ ക്യാപ് സ്ക്വയർ. സോ വി ആർ സ്ക്വയറിംഗ് ദിസ് റെസിഡ്യൂവൽ in order to negate the positive and negative signs. ഇപ്പോൾ നമുക്ക് അവിടെ വെയിറ്റ്, എക്സാക്ട്ലി ആ വെയിറ്റിനെ നമുക്ക് യു ഐ റെപ്രസെന്റ് ചെയ്യുന്ന വെയിറ്റ്, ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ഒബ്സർവ് എസ്റ്റിമേറ്റഡ് വൈ ഐ, ആ ഡിസ്റ്റൻസിന് കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റ് കൊടുക്കാനായിട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്ക്വയർ ചെയ്യുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ സിഗ്മ യു ഐ ക്യാപ് സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ വൈ ഐ മൈനസ് വൈ ഐ ക്യാപ് സ്ക്വയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ വൈ ഐ ക്യാപ് എന്ന് പറയുന്നത് നമുക്കറിയാം β1 പ്ലസ് β2 xi ആണ്. സോ നമ്മൾ ഇതിനെ റീഫ്രൈസ് ചെയ്ത് നമ്മൾ ഇവിടെ എഴുതുമ്പോൾ സിഗ്മ യു ഐ ക്യാപ് സ്ക്വയർ ഈസ് ഇക്വൽ ടു സിഗ്മ വൈ ഐ മൈനസ് β1 ക്യാപ് മൈനസ് β2 ക്യാപ് xi the whole square, because we are squaring the ui cap. That's why we square here. Now we also said that ui cap square, irrespective of the values of x and y, is a function of β1 cap and β2 cap. അപ്പോൾ β1 cap β2 cap ന്റെ വാല്യൂസ് അതിന്റെ ഫംഗ്ഷൻ ആണ് യു ഐ ക്യാപ്. അതായത് എക്സ് ഐ വൈ ഐ നമുക്ക് സാമ്പിൾ ആണ്. ഇത് നമ്മുടെ എക്സ് വാല്യൂസ് ആണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇവിടെ 4 ഉള്ളൂ. വൈ ഐ ആണെങ്കിലും 4 ഉള്ളൂ. കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 4 സാമ്പിൾസ് എടുത്തിട്ടുള്ളൂ. ഓക്കെ. പക്ഷെ ഈ യു ഐ ക്യാപ് സ്ക്വയർ, ഈ റെസിഡ്യൂവലിന്റെ സ്ക്വയർ, സം ഓഫ് ദ സ്ക്വയർഡ് റെസിഡ്യൂവൽ, ഇത് β1 ക്യാപ്പിന്റെയും β2 ക്യാപ്പിന്റെയും ഫംഗ്ഷൻ ആണ്. ഇത് കുറയുന്നതും കൂടുന്നതും എല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ വിച്ച് β1 ക്യാപ് ആൻഡ് β2 ക്യാപ് മിനിമൈസ് ദിസ് യു ഐ ക്യാപ് സ്ക്വയർ? നമുക്ക് ഈ β1 β2ന് റാൻഡംലി കുറെ വാല്യൂസ് ഇങ്ങനെ കൊടുത്ത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വാല്യൂ കിട്ടും എന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്ത് ഇതിന് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിന് ഒരുപാട് സമയവും ഒരുപാട് എഫർട്ടും ഒരുപാട് എനർജിയും ഒക്കെ വേണ്ടിയായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയല്ല ഫൈൻഡ് ചെയ്യുന്നത്. Fortunately there is a shortcut. That shortcut uses partial differentiation method. സോ നമ്മൾ മിനിമൈസ് ചെയ്യാനായിട്ട് β1 ക്യാപ്പിനെ മിനിമൈസ് ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. സോ അത് അതിന്റെ ഫുൾ സ്റ്റെപ്പുകൾ ഈ ബുക്കിന്റെ അപ്പൻഡിക്സിന്റെ ഭാഗത്താണ് ഉള്ളത്. യു ക്യാൻ റെഫർ ദാറ്റ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് സിഗ്മ യു ഐ ക്യാപ് സ്ക്വയർ യു ഐ ക്യാപ് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ദാറ്റ് ഈസ് സിഗ്മ വൈ ഐ minus yi cap, here is a cap square. അപ്പൊ നമുക്ക് ഈ yi ക്യാപ്പിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, സിഗ്മ yi മൈനസ് β1 cap minus β2 cap xi whole square. സോ നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? In order to minimize this ui cap square, the first derivative of the function should be equal to 0. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ഈ ബീറ്റ വിത്ത് റെസ്പെക്ട് ടു β1 ക്യാപ് ആൻഡ് β2 ക്യാപ്. നമുക്ക് β1ന്റെ β2ന്റെ ഫംഗ്ഷൻ ആണ് യു ഐ ക്യാപ് എന്നറിയാം. സോ വി ആർ മിനിമൈസിങ് ദിസ് യു ഐ ക്യാപ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു β1 ക്യാപ് ആൻഡ് β2 ക്യാപ്. സോ വെൻ വി റൈറ്റ് ദാറ്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ β1 ക്യാപ്പിന്റെ ആണ് ഫൈൻഡ് ചെയ്തത്.
I will just start with that. Ui cap square. So we have to, with respect to, we have to differentiate sigma ui cap square with respect to this beta 1 cap. So there is a derivation rule here, which I will write in a d by dx of x raised to n is equal to n into x raised to n minus 1. So നമ്മൾ ഇവിടെ with respect to ഇവിടെ yi minus beta 1 minus beta 2 cap xi whole square. This is actually in the format of a minus b minus c whole square. So നമുക്കിവിടെ ഇതിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. So we are actually, because this is the whole square, we will first write the same thing, then we will write derivative of this beta 1 cap. So നമ്മൾ ആദ്യം ചെയ്യുന്നത്, we are writing this 2 here, sigma yi minus beta 1 cap minus beta 2 cap xi. So നമ്മൾ ആദ്യം എന്ത് ചെയ്തു, നമ്മൾ ഇത് അതേപടി തന്നെ എഴുതി, then നമ്മൾ with respect to the derivative നമ്മളിവിടെ multiplied by ഇതിന്റെ derivative. If it is not a square, what will be its derivative? അങ്ങനെയാണെങ്കിൽ ഇവിടെ 0 ആണ്, ഇത് 0 ആണ്, ഇത് with respect to beta 1 cap ആണ്, so raised to 1 ആണ്, so 1 into here 1 minus 1, so it will be beta 1 raised to 0. If any value raised to 0 will be equal to 1, so we write here minus 1. So ആദ്യം നമ്മൾ എന്താ ചെയ്തത്, ഇത് raised to the square ആണ്, so നമ്മൾ ആദ്യം ഇതിന്റെ ഡെറിവേറ്റീവ് കാണാനായിട്ട് നമ്മൾ ഇത് അതേപടി തന്നെ എടുത്ത് എഴുതി yi minus beta 1 cap minus beta 2 cap xi into പിന്നെ നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ with respect to beta 1 ആയതുകൊണ്ട് ഇത് raised to n into beta 1 cap raised to n minus 1, it is raised to the power 1, so this will be become 1 into beta 1 cap raised to 1 minus 1, so that will become 0, so then its value will be 1, so minus 1 here, we write the minus 1 here. Can you hear me? Okay, yes. So നമ്മൾ അതിൽ നിന്ന് നമ്മൾ ബീറ്റ 1 ക്യാപ്പിനെ ഡെറൈവ് ചെയ്യാനായിട്ട്, so this should be equal to 0, ഇതാണ് നമ്മുടെ minimization rule. This should be equal to 0. Okay, so നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ minus 2 നമ്മൾ sigma yi minus beta 1 cap minus beta 2 cap xi is equal to 0.
Then we are doing, we are multiplying this sigma with every variable here. So from now onwards, we ignore this minus 2 for the formulation of estimator beta 1 cap. So our multiplication will be sigma multiplied by yi is equal to sigma yi minus sigma beta 1 cap minus beta 2 cap sigma xi, which is equal to 0. So what we do is sigma yi is equal to, then we can bring these two components to the right hand side. Then it will become sigma yi is equal to sigma b1 cap plus sigma, okay, beta 2 cap sigma xi, sigma xi. So we brought these two components to the right hand side. Then sigma yi is equal to sigma beta 1 cap plus beta 2 cap sigma xi. Okay. Now we transform this sigma beta 1 cap into n beta 1 cap. Why it is written like that? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സിഗ്മ ബീറ്റ 1 ക്യാപ്പിനെ എന്തുകൊണ്ട് നമ്മൾ n മൾട്ടിപ്ലൈഡ് ബൈ ബീറ്റ 1 ക്യാപ്പ് എന്ന് വിളിച്ചു? കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആർക്കെങ്കിലും ഉത്തരം പറയാം? Why we rephrased sigma beta 1 cap into n multiplied by beta 1 cap? നമ്മളുടെ പർപ്പസ് എന്താണ്? Our purpose is to find out beta 1 cap. അപ്പോൾ നമ്മൾ ഈ സിഗ്മ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ 1 ക്യാപ്പിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ദാറ്റ്സ് വൈ വി റീഫ്രേസ്ഡ് ഇറ്റ് ഇൻടു n മൾട്ടിപ്ലൈഡ് ബൈ ബീറ്റ 1 ക്യാപ്പ്. വൈ? നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? എന്തുകൊണ്ടാണ് നമ്മൾ സിഗ്മ ബീറ്റ 1 ക്യാപ്പിനെ എന്തുകൊണ്ടാണ് നമ്മൾ n ബീറ്റ 1 ക്യാപ്പ് എന്ന് എഴുതിയത്? എനിവൺ? ആർക്കെങ്കിലും അറിയാമോ? സർ മീനാക്കാൻ. അല്ല, എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയതെന്ന് അറിയാമോ? സിഗ്മ ബീറ്റ 1 ക്യാപ്പിനെ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് y നമ്പർ. നമ്പർ. ദാറ്റ് മീൻസ് ബീറ്റ 1 എത്ര ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ അർത്ഥം. ഓക്കെ. സിഗ്മ ബീറ്റ 1 എന്ന് പറയുന്നത് ദിസ് ഈസ് എ കോൺസ്റ്റന്റ്. ബീറ്റ 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ വാരിയബിൾസ് മാറിക്കൊണ്ടിരിക്കാം, പക്ഷെ ഇത് മാറില്ല. വൺസ് നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ദീസ് ടു ബിക്കം എ കോൺസ്റ്റന്റ്. എക്സിന്റെ വാല്യൂസ് നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കാം.
പക്ഷെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ഈ β1 β2 പിന്നെ മാറില്ല. എക്സ് മാറുന്ന അനുസരിച്ച് ഇവിടെ വൈ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ മാറില്ല ഇക്വേഷനിൽ. അതുകൊണ്ട് നമ്മൾ അതിനെ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നു. കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അതിന് ചേഞ്ച് ഇല്ല, അല്ലേ? അപ്പോൾ സപ്പോസ് 5 ആണെന്ന് വിചാരിക്കാം. 5 ആണ് β1 എന്ന് വിചാരിക്കാം. 5 ടൈംസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ n എന്ന് പറയുന്നത് 5. ഓക്കെ, കൺഫ്യൂഷൻ ആവില്ലല്ലോ എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ. 5 ടൈംസ് 5 ആണ് β1 വാല്യൂ എന്ന് വിചാരിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത അതേ എക്സാമ്പിൾ തന്നെ ഞാൻ ഒന്നുകൂടി പറയാം. അപ്പൊ ഇത് n എന്ന് പറയുന്നത് എത്രയാണ്? n എന്ന് പറയുന്നത് 5 ആണ്. കാരണം 1 2 3 4 5 എന്ന് പറയുന്നത് 5 ആണ്. ഇത് β1 വാല്യൂ ആണ്. β1 വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? β1 വാല്യൂ 5 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ β1 വാല്യൂ എത്രയാണ്? 5 ആണ്. ഓക്കെ, ഇത് സിഗ്മ β1 എത്രയാണ്? സിഗ്മ, അതായത് സിഗ്മ β1 25. ഇത് β1 ആവണമെന്നില്ല, ഏതാണെങ്കിലും. ഞാനൊരു കോൺസ്റ്റന്റിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ആക്ച്വലി β1 എന്ന് പറയുന്നത് ഒറ്റെണ്ണേ ഉള്ളൂ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. n എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. ഓക്കെ, സോ ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ നമുക്കൊരു സപ്പോസ് ദിസ് ഈസ് എ കോൺസ്റ്റന്റ്. ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. സിഗ്മ, let it be z. ഓക്കെ, സോ ഇസഡിന്റെ പ്രത്യേകത എന്താണ്? ഇസഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ ഇസഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സിഗ്മ ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? n ഇൻറ്റു ഇസഡ് എന്ന് എഴുതാൻ പറ്റും. സിഗ്മ ഇസഡ് 25 ആണ്. n ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? 25 ആണ്. ഓക്കെ, ഇസഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇസഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് n ഇസഡ് ഉണ്ടെന്ന് വിചാരിക്കാം, 5 ഇസഡ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ നമ്മൾ സം ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി 5 സിഗ്മ ഇസഡ് ഇതിന് 25 കിട്ടും. സോ n ഇസഡ് എന്ന് എഴുതാൻ നമുക്ക് ഇതിനെ n ഇസഡ് എന്ന് എഴുതാൻ പറ്റും. അപ്പൊ സിഗ്മ ഇസഡ് ഈസ് സെയിം ആസ് സിഗ്മ ഇസഡ് ഈസ് സെയിം ആസ് n ഇസഡ്. ക്ലിയർ? എന്തുകൊണ്ട് നമുക്ക് അതങ്ങനെ എഴുതാൻ പറ്റി? ബിക്കോസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഇസഡ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ സിഗ്മ β1 എന്ന് പറയുന്നത് n β1 എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താണ്? ഇത് β1 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ ആയല്ലോ? ഈ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. ഓക്കെ, സോ നമ്മൾ ഇനി അടുത്ത എന്താ ചെയ്യുന്നത്? അടുത്ത നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് β1 ഇപ്പൊ നമുക്ക് β1 സിഗ്മ ഫോമിൽ നിന്നൊക്കെ മാറി, അല്ലെ? നമുക്ക് β1 ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. β1 ഫൈൻഡ് ചെയ്യാനായിട്ട് രണ്ട് സൈഡിനെ നമ്മൾ n വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. സോ നമ്മൾ ഈ സൈഡിനെ n വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ yi ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് y ബാർ ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ n വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് ബീറ്റ n ക്യാൻസൽ ചെയ്ത് പോയി. സോ β1 പ്ലസ് ഇവിടെ നമ്മൾ β2 here when we divide it becomes x bar. ഇനി നമുക്ക് y ബാർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇനി y ബാർ സോറി yi β1 കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമല്ലേ നമുക്ക്? ഇനി എന്താണ് β1 എന്ന് പറയുന്നത്? y bar minus β2 x bar. y ബാർ മൈനസ്, നമ്മൾ ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ മതി. β2
x bar. ഇതാണ് നമ്മുടെ മിനിമൈസ് ചെയ്യുമ്പോൾ, അതായത് യു ഐ ക്യാപ്പിനെ നമ്മൾ പറഞ്ഞു യു ഐ ക്യാപ് സ്ക്വയർ ഈസ് എ ഫംഗ്ഷൻ ഓഫ്, അതുകൊണ്ടാണ് നമ്മൾ ബീറ്റ വൺ ക്യാപ്പും ബീറ്റ ക്യൂബ് ക്യാപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യാനായിട്ട് കാരണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആക്ച്വലി യു ഷുഡ് റിമെമ്പർ ദാറ്റ് sigma ui cap square is a function of എന്തിന്റെ ഒക്കെയാണ് ബീറ്റ വൺ ക്യാപ്പ് ആൻഡ് ബീറ്റ വൺ ക്യാപ്പ് beta 2 cap. So that's why we found the derivative of sigma ui cap square with respect to beta 1 cap. Now we have to find what's with respect to the beta 2 cap. Okay, ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ സ്റ്റെപ്പ് ഇത്രയും ഞാൻ ഒന്നുകൂടി പറഞ്ഞതേ. Okay, now I will go to okay. So now we have to find derivative of sigma ui cap square with respect to the derivative of beta 2 cap. Okay, so നമ്മൾ ഒന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് നമ്മുടെ യു ഐ ക്യാപ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ഐ മൈനസ് ബീറ്റ വൺ ക്യാപ് മൈനസ് ബീറ്റ ടു ക്യാപ്. നമ്മൾ ഇതിനെ എഴുതുമ്പോൾ ഇവിടെ ഞാൻ ഇതിവിടെ എഴുതി വെക്കാം. yi minus beta 1 cap minus beta 2 cap xi we're actually summing this. Okay, sigma, this is sigma square. So we are partially derivating this with respect to this beta 2 cap, with respect to beta 2 cap. So what will be the result? So this is square, so we'll write this 2 here, then sigma നമ്മൾ ഇത് മുഴുവനായിട്ട് എടുത്ത് എഴുതുകയാണ്. That is yi minus beta 1 cap minus ഇത് എഴുതുന്നു beta 2 cap xi. ഇനി നമ്മൾ ഇതിന്റെ ഇത് വെച്ചുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഇവിടെ നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈഡ് ബൈ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ നമുക്ക് what we will get with respect to beta 2 ആണ് അല്ലേ, beta 2. ഇത് രണ്ടും നമുക്ക് ഇനി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ 2 ആണ്. അപ്പൊ നമുക്ക് ഇത് ഇതിൽ ബീറ്റ 2 ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ ഇഗ്നോർ ചെയ്യണം അല്ലേ. ഈ ഭാഗം മുഴുവൻ നമ്മൾ ഇഗ്നോർ ചെയ്തല്ലേ, കാരണം എന്താണ്, ഇതിൽ ബീറ്റ 2 ഇല്ല. സോ ദിസ് പാർട്ട് വിൽ ബി 0. ഇനി ഇവിടെയാണ് നമുക്ക് ബീറ്റ 2 ഉള്ളത് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് എഴുതും? raised to the power 1. So 1 into beta 2 cap raised to 1 minus 1. So that will be 0. So this part will become 1. So 1 multiplied by xi is equal to xi. So this is minus. So here we write minus xi.
Okay. സോ ഇവിടെ നമുക്ക് -1 ആയിരുന്നു മുകളിൽ β1 ക്യാപ്പ്. ഇവിടെ നമ്മൾ എന്ത് എഴുതി? -x എഴുതി. കാരണം ഈ ഭാഗത്ത് നമ്മൾ 0 ആയിട്ട്, ഇതിലൊന്നും β2 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെല്ലാം 0 ആയി കാണുന്നു. സോ ഇവിടെ മാത്രമാണ് β2 ഉള്ളത്. ഇത് raised to the power 1 ആണ്. സോ it will become 1, -1 actually, because here is a negative sign. This -1 multiplied by xi is equal to -xi. സോ ഇവിടെ നമ്മൾ സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഇതേപടി തന്നെ എഴുതി, പിന്നെ അതിന്റെ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് എഴുതി. That's a shortcut method. Okay. Now നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് -2 സിഗ്മ yi minus β1 cap minus β2 cap xi multiplied by xi. That will be equal to 0. That is our condition. We are minimizing this to 0. 0. Okay. Now we have to do the multiplication work. Sigma first we will multiply xi with all these things. So this will become yi multiplied by xi minus β1 cap multiplied by xi minus β2 cap xi multiplied by xi, then it will become β2 cap xi square, that is equal to 0. Now we are multiplying this thing with sigma. So sigma yi xi, sigma yi xi minus, we are multiplying it with this part. So β1 cap sigma xi minus, we are multiplying this sigma with this part, β2 cap sigma x I square, that is equal to 0. So here ഈ രണ്ട് components നമ്മൾ right hand side like കൊണ്ടുവരികയാണ്, because here it is equal to 0. So we can bring these two components to the right hand side. So അങ്ങനെയാണെങ്കിൽ sigma yi xi is equal to β1 cap sigma xi plus β2 cap
sigma xi square. This equation is called normal equation. നമുക്ക് നേരത്തെ നമ്മളൊരു normal equation find ചെയ്തിട്ടുണ്ടായിരുന്നു. This was the normal equation in the earlier case. This is the normal equation. നമ്മുടെ പർപ്പസ് എപ്പോഴും മനസ്സിലുണ്ടാവണം. We will have to find the estimator beta 2. We have to find an equation for this beta 2 cap. Beta 2 capനൊരു ഇക്വേഷൻ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? സ്റ്റെപ്പ് നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? സാർ എഴുതുന്നുണ്ട്. ഓക്കെ. സോ അടുത്തത് നമ്മൾ ഈ ബീറ്റ 1 നമുക്ക് ബീറ്റ 2 ക്യാപ്പാണ് ഫൈൻഡ് ചെയ്യേണ്ടത് അല്ലേ? ഈ ബീറ്റ 1 ക്യാപ്പിനെ നമ്മൾ നേരത്തെ ഫൈൻഡ് ചെയ്ത ഇക്വേഷൻ വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. ഓക്കെ. സോ ഫ്രം ഹിയർ ഓൺവേർഡ്സ് ഐ വിൽ യൂസ് അനദർ ഷെയ്ഡ്. നമ്മൾ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നേരത്തെ നമ്മൾ ഫൈൻഡ് ചെയ്ത ഇക്വേഷൻ വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ ഇതിനെ സിഗ്മ എക്സ് ഐ വൈ ഐ എന്ന് എഴുതിയാണ്. ഇറ്റ് ഈസ് സെയിം ആസ് സിഗ്മ വൈ ഐ എക്സ് ഐ. Doesn't matter, the output will be same. Sigma xi yi xi. ഇനി ബീറ്റ 1 ക്യാപ്പ് നമ്മൾ നേരത്തെ ഇക്വേഷൻ നമ്മൾ ബീറ്റ 1 ക്യാപ്പ് നമുക്ക് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ബീറ്റ 1 ക്യാപ്പ് എന്ന് പറയുന്നത്? y ബാർ മൈനസ് ബീറ്റ 2 ക്യാപ്പ് x ബാർ. ഓക്കെ. ഇതാണ് നമ്മുടെ എന്ത്? ദിസ് വൺ ബീറ്റ 1 ക്യാപ്പ്. ബീറ്റ 1 ക്യാപ്പാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. മൾട്ടിപ്ലൈഡ് ബൈ സിഗ്മ xi പ്ലസ് നമുക്ക് ഈ ബീറ്റ 2 ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ഇതിനെല്ലാം നമ്മൾ മാത്തമാറ്റിക്കലി റീഫ്രേസ് ചെയ്യുന്നത്. ദിസ് സെയിം ഇക്വേഷൻ ഔട്ട്പുട്ട് വിൽ ബി സെയിം. നമുക്ക് പക്ഷേ ഈ ബീറ്റ 2 ക്യാപ്പിന്റെ ഒരു ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റർ ഫൈൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സിഗ്മ xi സ്ക്വയർ. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, ശ്രദ്ധിക്കാം, ഇത് നമ്മൾ അതേപടി തന്നെ എഴുതുകയാണ്. y bar minus beta 2 cap x bar നമ്മൾ ഇതിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് എഴുതുന്നു. ഇതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് എഴുതുന്നത് n x bar എന്നാണ് എഴുതുന്നത്. n x bar പ്ലസ് നമ്മൾ രണ്ടാമത്തെ കമ്പോണന്റിനെ ചേഞ്ച് ചെയ്യുന്നില്ല. We are just keeping it same, beta 2 cap sigma xi square. ഞാനിവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ. എന്താ നടത്തിയത്? സിഗ്മ എക്സിനെ എൻ എക്സ് ബാർ എന്ന് എഴുതി. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റിയെന്ന് പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് നോക്കുക. എന്താണ് എക്സ് ബാർ എന്ന് പറയുന്നത്? എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ xi by n divided by n, അല്ലേ? So if we multiply these two, we will get sigma xi.
So nx bar is equal to sigma xi. Yeah, yes, it is equal to sigma xi. That's why we wrote nx bar here. Okay, so നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. What is the next step? We are doing the multiplication. Okay, നമുക്ക് ഈ multiplication എടുക്കാം. So sigma xi yi ഇതെല്ലാം ഇതുണ്ട് കേട്ടോ. സിഗ്മ xi yi is equal to, we are multiplying this nxi with these two. So nx bar y bar minus then we multiply this thing with this component, so it will become beta 2 cap nx bar square nx bar square, because there is 2 nx bar, so it becomes nx bar square plus നമ്മൾ ഈ ഭാഗത്തെ അതേപടി തന്നെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ കമ്പോണന്റിൽ കാര്യമായി ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. സിഗ്മ xi square. ഓക്കെ, നൗ നമുക്ക് ഈ കമ്പോണന്റ് ഇപ്പൊ ഈ കമ്പോണന്റിനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഓക്കെ, അതായത് നമ്മൾ ജസ്റ്റ് റീഫ്രേസിങ് തന്നെയാണ്, വീണ്ടും മാത്തമാറ്റിക്കൽ റീഫ്രേസിങ് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിഗ്മ xi yi മൈനസ് ഇതിന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് n x bar y bar is equal to, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതെല്ലാം ഈക്വാലിറ്റി ആണ് അല്ലെ? മൈനസ് പിന്നെ ഇവിടെ ബാക്കി എന്നുള്ളത് മൈനസ് ബീറ്റ 2 ക്യാപ് nx bar square plus beta 2 cap sigma xi square. നമുക്ക് ഇവിടെ ബീറ്റ 2 ക്യാപ്പ് ആയി അല്ലെ? ഇവിടെ നമുക്ക് രണ്ട് ബീറ്റ 2 ക്യാപ്പ് ആയി. നമുക്ക് ബീറ്റ 2 ക്യാപ്പ് ഫൈൻഡ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ റീഫ്രേസിങ് എന്ന ഒരു ഇക്വേഷനിൽ നമ്മൾ റീഫ്രേസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഓക്കെ, കാരണം എല്ലാം മാത്തമാറ്റിക്കലി സെയിം ഔട്ട്പുട്ടുകൾ കിട്ടുന്ന ഇക്വേഷൻസ് ആണ്. ഇങ്ങനെ എഴുതിയാലും അങ്ങനെ എഴുതിയാലും ഇതെല്ലാം സെയിം ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. പക്ഷെ നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഈ ബീറ്റ 2 ക്യാപ്പിനെ ഫൈൻഡ് ചെയ്യാനാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ ബീറ്റ 2 ക്യാപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ അതിനെ പുറത്തേക്ക് എഴുതിയാൽ ഞാൻ ആദ്യം പോസിറ്റീവ് വാല്യൂ ആദ്യം എഴുതിയാണ്. സോ സിഗ്മ xi സ്ക്വയർ. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഞാൻ ഈ ഭാഗം എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. മൈനസ് n x bar സ്ക്വയർ. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ബീറ്റ 2 ക്യാപ് മൾട്ടിപ്ലൈഡ് ബൈ സിഗ്മ xi സ്ക്വയർ beta 2 cap multiplied by minus nx bar square. So minus beta 2 x nx bar square. അപ്പോൾ നമ്മൾ ബീറ്റ 2 കോമൺ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഫാക്ടർ ഔട്ട് ചെയ്തു.
ഓക്കെ, ബീറ്റ ടു കോമൺ, നമ്മൾ കോമൺ ഫാക്ടറിനെ ഫാക്ടർ ഔട്ട് ചെയ്തു ബീറ്റ ടു ക്യാപ്. നമുക്ക് ഇനി എളുപ്പമാണ്. ഇനി നമുക്ക് ബീറ്റ ടു ക്യാപ്പ് ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ഐഡിയ ആയി. ഇനി ഒന്ന് ബീറ്റ ടു ഫൈൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ബീറ്റ ടു ഫൈൻഡ് ചെയ്യാനായിട്ട് എളുപ്പമല്ലേ? xi yi minus n x bar y bar. So what will be beta 2 cap? Anyone? എന്തായിരിക്കും ബീറ്റ 2 cap? ഇപ്പൊ ബീറ്റ 2 ക്യാപ്പ് പുറത്തോട്ടൊക്കെ എളുപ്പല്ലേ? മൾട്ടിപ്ലൈഡ് ബൈ ദിസ് കമ്പോണന്റ്. ഇനി എന്ത് നമുക്ക് ബീറ്റ 2 ക്യാപ്പ് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? സിഗ്മ എക്സ് ഐ സ്ക്വയറിനെ ഇപ്പുറത്തേക്ക് എടുക്കണം. -nx-2. ലെഫ്റ്റിലേക്ക് ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? പ്ലസ് ആണെങ്കിലല്ലേ നമുക്ക് നേരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? ഈ ഭാഗം വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും അല്ലെ? ഡിവൈഡ് ചെയ്യും. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ നമുക്ക് നേരെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ മതി. ബട്ട് ഹിയർ ഇറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ. സോ വി ഹാവ് ടു divide this component by this component. You're right. So our beta 2 cap is equal to sigma xi yi minus n x bar y bar divided by sigma xi square minus n x bar square. This is the equation of beta 2 cap. But there is some more statistical modifications can be done on this thing, and ultimately this can be more simplified into ഈ സെയിം ഇക്വേഷന് നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ബീറ്റ 2 ക്യാപ് ഈസ് ഈക്വൽ ടു ഈ ന്യൂമറേറ്ററിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സിഗ്മ xi minus x bar multiplied by then we have yi here, y bar here. So yi minus y bar divided by, സിംപ്ലിഫൈ ചെയ്യണേ. ഈ സെയിം ഇക്വേഷൻ സെയിം ഔട്ട്പുട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. സിഗ്മ ഇവിടെ സ്ക്വയർ ആണ്, ഇവിടെയും സ്ക്വയർ ആണ്. സിഗ്മ എക്സ് മാത്രമേ ഉള്ളൂ, ഇവിടെ വൈ ഇല്ല. സോ xi മൈനസ് x bar whole square. ബീറ്റ 2 ക്യാപ്പിനെ സിംപ്ലിഫൈ ചെയ്ത് ഈ ഇക്വേഷനാണ് ഡെറിവേഷൻ നമുക്ക് അവസാനം കിട്ടുന്നത്. ദെൻ ഇതിനെ നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കലി മോഡിഫൈ ചെയ്ത് എഴുതുകയാണ്. സിഗ്മ xi x bar into yi y bar divided by sigma
xi minus x bar whole square. ഇത് ഈ ഇക്വേഷനെ സ്റ്റാറ്റിസ്റ്റിക്കലി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ ഒരു ഡീവിയേഷൻ ഫോം ഉണ്ട്. ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഇപ്പോഴും ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ഡീവിയേഷൻ ഫോമിൽ എഴുതുകയാണെങ്കിൽ അത് ആ ഒരു കോംപ്ലക്സിറ്റി ഇങ്ങനെ കാണുമ്പോൾ ഒരു കോംപ്ലക്സിറ്റി ഒഴിവാക്കാൻ വേണ്ടിയാണ്. സിഗ്മ ഈ എക്സ് ഐ മൈനസ് എക്സ് ബാറിനെ നമ്മൾ സ്മോൾ എക്സ് ഐ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. സ്മോൾ എക്സ് ഐ. ഇത്ര നേരം ഞാൻ ക്യാപിറ്റൽ എക്സ് ഐ ആണ് ഉപയോഗിച്ചിട്ട് വെച്ചത്. സ്മോൾ എക്സ് ഐ. വൈ ഐ മൈനസ് വൈ ബാറിനെ എന്ത് വെച്ച് ഡിനോട്ട് ചെയ്യും? സ്മോൾ വൈ ഐ ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് സ്മോൾ എക്സ് ഐ ആണ്. എക്സ് ഐ സ്ക്വയർ. സോ ഇതൊരു ഡീവിയേഷൻ ഫോമിൽ നമ്മൾ എഴുതിയിരിക്കുകയാണ്. അതായത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, സി ഏറ്റവും അവസാനം വരുമ്പോൾ ബീറ്റ ടു ക്യാപ്പ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഐ വൈ ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ ആണ്. എക്സ് ഐ എന്ന് പറയുന്നത് എക്സ് ക്യാപിറ്റൽ എക്സ് ഐ മൈനസ് എക്സ് ബാർ ആണ്. ഓരോ എക്സ് വാല്യൂസും ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിളും അതിന്റെ മീനിൽ നിന്നുള്ള ഡീവിയേഷൻ മൾട്ടിപ്ലൈഡ് ബൈ ഓരോ ഡിപ്പെൻഡന്റ് വേരിയബിളും അതിന്റെ മീനിൽ നിന്നുള്ള ഡീവിയേഷൻസ്. അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ മൾട്ടിപ്ലിക്കേഷന്റെ സം, ആ പ്രൊഡക്റ്റിന്റെ സം ഡിവൈഡഡ് ബൈ എന്താ ചെയ്യുക? ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിളും അതിന്റെ മീനിൽ നിന്നുള്ള ഡീവിയേഷന്റെ സ്ക്വയറിന്റെ സം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ we get beta 2 cap. So ultimately we can come down to two equations. നമുക്ക് രണ്ട് ഇക്വേഷനിലേക്ക് വരാം. ആ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഒന്നും പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഇതെങ്കിലും പഠിക്കണം. എന്താണ്? ബീറ്റ 1 cap is equal to y bar minus beta 2 cap x bar. ഇനി ബീറ്റ 1 ക്യാപ്പ് ബീറ്റ 2 ക്യാപ്പ് എന്ന് പറയുന്നത് ബീറ്റ 2 ക്യാപ്പ് ഈസ് ഈക്വൽ ടു സിഗ്മ. We are taking the deviation xi minus x bar multiplied by yi minus y bar. That means we are actually taking the deviations of each xi values with respect to its mean, and we are taking all the dependent variable and deviations of dependent variable with its mean. Then we find the product of these deviations. Then we sum together these products. That is the numerator part divided by sigma xi minus x bar whole square. So this is the two important OLS equations to find beta 1 cap and beta 2 cap. Students, നമ്മൾ ഇത്രയുമാണ് ഇന്ന് എഴുതിയിരിക്കുന്ന ഡെറിവേഷൻസ്. ഓക്കെ, ഇത് ബീറ്റ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയ പോലെ നമ്മൾ ബീറ്റ 1 ക്യാപ്പിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഉപയോഗിച്ചിട്ട് നമ്മൾ മിനിമൈസേഷൻ റൂൾ ഉപയോഗിച്ച് നമ്മൾ ഫൈൻഡ് ചെയ്തപ്പോൾ വി ഗോട്ട് ബീറ്റ 1 ക്യാപ്പ് ഈസ് ഈക്വൽ ടു y ബാർ മൈനസ് ബീറ്റ 2 x ബാർ. ഇത്രയുമാണ് നമ്മുടെ ബീറ്റ 1 ക്യാപ്പ്. അതിനുശേഷം നമ്മൾ ഡിഫറൻസിയേഷൻ റൂൾ ഉപയോഗിച്ചിട്ട് മിനിമൈസേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ y ക്യാപ്പ് സ്ക്വയറിനെ പാർഷ്യലി ഡെറിവേറ്റീവ് കണ്ടെത്തി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ 2 ക്യാപ്പ്. അപ്പൊ നമുക്ക് അതിന്റെ ഡെറിവേഷനിൽ നമുക്ക് കിട്ടിയത് ഫൈനലി സിഗ്മ
yxi minus x bar multiplied by yi minus y bar divided by sigma xi minus x bar whole square. So we finally came down to two important equations. This is the first equation. This is the second equation. നമുക്ക് ഡെറിവേഷൻ അങ്ങനെ കാര്യം കുറേ ഒന്നും പഠിക്കാനില്ല. നമ്മുടെ സിലബസിൽ ഡെറിവേഷൻ ഉണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെറിവേഷൻ നമുക്ക് okay here. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഡെറിവേഷൻ ഓഫ് OLS എസ്റ്റിമേറ്റേഴ്സ്. സോ ഡീവിയേഷൻ ഫോം ഡെറിവേഷൻ ഓഫ് OLS. നമുക്ക് ഡെറിവേഷൻ അങ്ങനെ കാര്യമായിട്ട് അന്ന് മൾട്ടിപ്പിൾ റിഗ്രഷനിലേക്ക് വരുമ്പോൾ ഡെറിവേഷൻ പഠിക്കാനില്ല നമുക്ക്. സോ ഒരൊറ്റ ഡെറിവേഷൻ മാത്രമാണ് നമുക്ക് സോഫാർ പഠിക്കാനുള്ളത്. സോ ഡോണ്ട് വറി. ഈ ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അങ്ങനെ കൂടുതൽ ഡെറിവേഷൻസ് ഒന്നും ഇനി നമ്മൾ എടുക്കില്ല. പക്ഷെ ഒരു ഡെറിവേഷൻ നമ്മൾ ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾ പഠിക്കണം. ഹലോ സ്റ്റുഡൻസ്. ഓക്കെ, ഇത് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഡെറിവേഷൻ ആണ്. അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടിക്കാത്ത ഒരു ഡെറിവേഷൻ ആണ്. അതിന്റെ സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് പോയാൽ മാത്രം മതി. ഓക്കെ, നമുക്ക് β1 ക്യാപ്പ് β2 ക്യാപ്പ് ഫൈൻഡ് ചെയ്തു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് β1 ക്യാപ്പും β2 ക്യാപ്പും ഒന്ന് ഫൈൻഡ് ചെയ്യണം എങ്ങനെയാന്ന് നോക്കാം. വെറുതെ ബൈ ഹാൻഡ് പഠിക്കാനില്ല. നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും ചോദിക്കില്ല. എങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ചെയ്യാം. ഓക്കെ, നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് എന്തായിരിക്കും ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് β1, അതായത് UI ക്യാപ് സ്ക്വയറിനെ 0 ആക്കുന്ന, അതായത് UI ക്യാപ് സ്ക്വയറിനെ ഏറ്റവും മിനിമം ആക്കുന്ന β1 ക്യാപ്പും β2 ക്യാപ്പും. ഈ രണ്ട് കാര്യങ്ങൾ ഇതാണ് കാണിക്കുന്നത്. UI ക്യാപ് സ്ക്വയറിനെ ഏറ്റവും മിനിമം ആക്കുന്നു. യെസ് യെസ്. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ പ്രോബ്ലം ചെയ്തു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.